പറവൂർ ചേന്നമംഗലത്ത് അയൽവാസി കൊലപ്പെടുത്തിയ 3-അംഗ കുടുംബത്തിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മരിച്ച ഉഷയുടെ സഹോദരിയുടെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു നാടാകെയും നടുങ്ങിപ്പോയ, കേരളം തന്നെ ഒരുപക്ഷെ കേൾക്കുന്നവരൊക്കെയും ഒരു നിമിഷം സ്തംഭിച്ചു പോയൊരു വാർത്തയാണ്. ഇപ്പോൾ 3 പേരുടെയും മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സഹോദരിയുടെ വീട്ടിലാണ് എത്തിച്ചത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് ആ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ താങ്ങാനാകുമെന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഉഷയുടെയും ഒക്കെ മക്കളുടെയൊക്കെ അവസ്ഥ. കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ അരുംകൊല സംഭവിച്ചത് എന്നുള്ളതാണ് ഏറെ നടക്കുന്നത്. വീട്ടിൽ നിന്നും അതിവൈകാരികമായ രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, നാടിനെ ഒന്നാകെ നടുക്കിയ കൊലപാതകം, കൂട്ടക്കൊലയുടെ നടുക്കം മാറാതെയാണ് നാട്. ഇപ്പോൾ മൃതദേഹം വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശം? സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി എപ്പോഴാണ്, മറ്റ് ചടങ്ങുകൾ ഒക്കെ? തീർച്ചയായും വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഈ കരിമ്പാടത്തുള്ള ഉഷയുടെ സഹോദരിയുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത്. അല്പം മുൻപ് ഒരു 3:30 കൂടിയാണ് ഈ 3 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കരിമ്പാടത്തുള്ള മരിച്ച ഉഷയുടെ സഹോദരിയുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ഈ ശേഷം ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചു. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് ഒരു 5 മണിക്കകത്തായി ഈ സംസ്കാര ചടങ്ങുകൾ സംസ്കാരം നടത്താനാണിപ്പോൾ 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ അല്പം മാറിയുള്ള മുരിക്കുംപാടം എന്ന ഒരു സ്ഥലത്തുള്ള പൊതു ശ്മശാനത്തിലാണ് 3 പേരുടെയും മൃതദേഹം സംസ്കരിക്കുക. 3 പേരുടെയും ഒരുമിച്ച് അടക്കം ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് ഈ ബന്ധുക്കൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യപ്രകാരമാണ് വീട്ടിൽ നിന്നും മാറി അവിടെയുള്ള മുരിക്കുംപാടം എന്ന ഒരു പൊതു ശ്മശാനത്തിൽ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനാലാണ് എന്തായാലും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ധാരാളം ആളുകൾ, ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ഈ മൃതദേഹം പൊതുദർശനം വച്ചിട്ടുള്ള വീട്ടിലോട്ട് എത്തിയിരിക്കുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ ഇവരെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. നമുക്കറിയാം ആ വീട്ടിലിപ്പോൾ 2 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ 4 പേർക്കാണ് ഇത്തരത്തിൽ റിതു എന്ന വ്യക്തിയുടെ ആക്രമണത്തിൽ ദാരുണമായ ആക്രമണം, നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ അവരുടെ എല്ലാ മനുഷ്യ മനസ്സിനെയും പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു. ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം. നമുക്കറിയാം ആ പരിസരത്തുള്ള വീടുകളെല്ലാം പറയുന്നത് വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞു പോകുന്നിരുന്ന ഒരു കുടുംബമായിരുന്നു വേണുവിൻ്റെ എല്ലാം. വേണുവും ഭാര്യവും അതുപോലെ മകളും മരുമകനും കുട്ടികളുമായി കഴിഞ്ഞു വന്നൊരു കുടുംബത്തിലോട്ട് അപ്രതീക്ഷിതമായി ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് ഋതു കടന്നു വന്ന് ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി അത് ഇല്ലാതാക്കിയത് ഒരു കുടുംബത്തിൻ്റെയും ഒരു നാടിൻ്റെയും മൊത്തത്തിലുള്ള ഒരു സന്തോഷമായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ തന്നെ, ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സാകെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ കാഴ്ചകളും. ഇപ്പോൾ ഉഷയുടെ സഹോദരിയും അതുപോലെ തന്നെ മരിച്ച ബിനീഷയുടെ അനിയത്തിയും എല്ലാം ആ മൃതദേഹത്തിന് അരികിലിരുന്ന് പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ഒരു തരത്തിലും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ ഏത് തരത്തിൽ ആശ്വസിപ്പിക്കുമെന്നറിയാതെ നാട്ടുകാരും കണ്ണീരിലാകുന്ന ഒരു കാഴ്ച. ധാരാളം ആളുകൾ ഈ മൃതദേഹം എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ധാരാളം ആളുകൾ ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. വളരെ ചെറിയൊരു സ്പേസ് പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഈ വാർത്തകൾ അറിഞ്ഞ് ഉള്ള ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ജോലികളെല്ലാം ചെയ്ത്, അത്യാവശ്യം കിണറിൻ്റെ പണിയും അതുപോലെ കാറ്ററിംഗ് അടക്കമുള്ള ചെറിയ ജോലികളെല്ലാം ചെയ്തു വരുന്ന ഒരു ആളായിരുന്നു വേണു. അപ്പോൾ വേണുവിനെ കാണാനും അതുപോലെ തന്നെ കുടുംബത്തിനെ ഒരു നോക്ക് അവസാനമായി കാണാനുമായി ധാരാളം ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു.
ആളുകളുടെ എല്ലാം ഒരു കരച്ചിലാണ്. അവരുടെ ഒരിക്കലും എന്ത് പറയണമെന്ന് അറിയില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കുടുംബം കടന്നു പോകുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 3:30-ഓടെയാണ് ഈ മൂന്ന് മൃതദേഹങ്ങളും ഒരുമിച്ച് ഒരു 3 ആംബുലൻസുകളിലായി ഇവിടേക്ക് എത്തിച്ചത്. പിന്നീട് ഈ നടക്കുന്ന ഈ ഉഷയുടെ ബന്ധുവിൻ്റെ വീട്ടിലെത്തിച്ച്